ഹലോ ഗീസ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ മതി. അങ്ങനെ ഞാനും ഇവയും റയാനും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നേരെ ചെന്നത് നമ്മുടെ തറവാട്ടിലേക്കാണ്, ഉപ്പൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എത്തി, വെള്ളമൊക്കെ കുടിച്ചു. ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ ഇറങ്ങി. ഉന്നം വെച്ച സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളാണ്, നമ്മളൊക്കെ പഠിച്ച സ്കൂളിൽ. ഇന്ന് ശതവാർഷികമാണ്. 3 ദിവസമായി തുടങ്ങിയിട്ട് പരിപാടിയൊക്കെ. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് വന്നത് കേട്ടോ. ഇതാരാന്ന് മനസ്സിലായ എൻ്റെ ടീച്ചറാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ടീച്ചറെ കണ്ടപ്പോൾ. കാരണം എൻ്റെ ഉമ്മാനെ പെട്ടെന്ന് മനസ്സിലായി, പക്ഷേ എന്നെ മനസ്സിലായിട്ടില്ല. എന്നെ ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു ഇതാണ്. അപ്പം പറഞ്ഞു വലുതായതുകൊണ്ട് ആളെ മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ മക്കൾ വന്ന് പരിപാടി തുടങ്ങിയിട്ട് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഐസ്ക്രീം, പോപ്കോൺ, അങ്ങനത്തെ കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാണിച്ച ക്ലാസ്സാണ് ഞാൻ പഠിച്ചത്. 4th സ്റ്റാൻഡേർഡ് അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഒരു നോസ്റ്റ് ഫീലൊക്കെ തോന്നി. പിന്നെ അവിടെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു, മേയറൊക്കെ വന്നിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ. മക്കൾ അവിടുന്ന് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരാശ്ചര്യത്തോടെ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫംഗ്ഷനൊക്കെ കണ്ടു. ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോയി. അവിടുന്ന് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ രാത്രിയാണ് പരിപാടി തുടങ്ങുന്നത്. അങ്ങനെ രാത്രി പരിപാടിയൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ വീണ്ടും പ്രോഗ്രാം കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഈ വരാന്തയൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നല്ല നെസ്റ്റ് ഫീൽ അടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്ലാസ് റൂമിലേക്കൊക്കെ പോയി. അനിയത്തിക്കൊന്നും അങ്ങനെ അറിയില്ല, പക്ഷെ അവൾക്ക് കാണിച്ചു കൊടുത്ത് ഞാനിങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ അവളോട് ഇങ്ങനെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി പരിപാടിയൊക്കെ കാണാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു മക്കൾ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ നേരത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെയൊക്കെ കണ്ടത്. ഉപ്പൻ്റെ കസിൻ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പഠിച്ച സ്കൂളാട്ടോ. അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, വീഡിയോയിൽ കൊടുക്കുമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളിതാ പോകാൻ നിൽക്കുക കേട്ടോ. ഇപ്പോഴും പോപ്കോണൊക്കെ വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി പോയില്ലെങ്കിൽ പണി വാളും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ബൈ, നാളെ കാണാം.